സർ, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു IPS ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്തു എന്ന് കേട്ടല്ലോ. എന്താണ് ഇതിന്റെ വാസ്തവം? അല്ലെ, നമ്മള് പട്ടണ കഥ പറഞ്ഞല്ലോ, ഈ തൂത്തുകൂട്ടി എൻ്റെ തലയിലോട്ടിട്ടൊന്ന് വേലക്കാരെടുത്ത് പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഇയാളുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കകത്തെ ഈ പ്രധാനമന്ത്രി പകരം അവരുടെ വീട്ടിൽ അല്ലെ നെഹ്റു കുടുംബത്തിൻ്റെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ സിസ്റ്റമായിട്ട് ഇങ്ങനെ പുള്ളി നോക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ഇദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, സിസ്റ്റം കണ്ട് വളർന്നതാണ്. അപ്പോൾ ആ സിസ്റ്റം കണ്ട് വളർന്ന കാര്യം ശരി. കാരണം അച്ഛൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇയാൾ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ അമ്മച്ചി നിയന്ത്രിച്ചിരുന്നു, അതിന് മുമ്പ് അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മൂമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റമൊക്കെ ഓക്കെ. പക്ഷേ സിസ്റ്റത്തിനകത്ത് ഇവരെങ്ങനെ വന്നു, ആ സിസ്റ്റം എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പുള്ളി പഠിച്ചില്ല. ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ വന്നിട്ടുള്ളത്. അതിനെങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ള കാര്യം ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇയാളെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നത് MP ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്, നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പുള്ളിക്ക് മാത്രം തോന്നുവാണല്ലോ ഞാൻ എന്തെങ്കിലും ആണോ എന്ന് അദ്ദേഹത്തിന് ഇപ്പൊ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എവിടെ ഇരിക്കുന്ന മനുഷ്യനെ, ഒരു IPS ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഏതോ വിഷയത്തിനകത്ത് പുള്ളി വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് എന്നെ ആരാണെന്ന് അറിയാമോ? ഞാൻ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനകത്തൊരു മാറ്റം വരുത്തണം കേട്ടോ, എന്നോട് ഈ ആറ്റിറ്റ്യൂഡൊന്നും കാണിക്കരുത്. അന്നേരം പുള്ളി പറഞ്ഞു, നിങ്ങളെ എനിക്കറിയാം, ലോകം മൊത്തം നിങ്ങളെ അറിയാമല്ലോ, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, രാഹുൽ ഗാന്ധിയാണ്, നിങ്ങളുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അച്ഛൻ്റെ അമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അവരുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, ആ കെയർ ഓഫിൽ മാത്രം ഈ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ കഴിവ് കൊണ്ട് IPSകാരനായതാണ്. മനസ്സിലായി? പിന്നെ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ലെന്നാ പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇതേപോലൊരു വിഷയം ഉണ്ടായി. ഇയാൾക്ക് സഹിക്കുന്നില്ല, ഇയാൾ ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് എനിക്ക് തോന്നുന്നില്ല കണ്ണിലെ വെടിയുണ്ട കൊണ്ട പയ്യൻ്റെ കാര്യമോ വിഷയം ഏതാണ്ട് ബന്ധപ്പെട്ട് അവിടെ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് അവിടെ അമിത്ഷായുടെ പടം വെച്ചേക്കും. ഇതേ ചോദിച്ചിട്ട് അമിത്ഷാ ആണോ ഇവിടുത്തെ ചീഫ്? അമിത്ഷാ ആണോ ചീഫ്? ആഭ്യന്തരമന്ത്രിയാ. രണ്ടാമത് അമിത്ഷായുടെ കീഴിലാണ് ഡൽഹി പോലീസ് സ്റ്റേഷൻ. കാരണം അവിടുത്തെ ഈ ആഭ്യന്തര വകുപ്പൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അയാളുടെ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ ഫോട്ടോ ഇപ്പുറത്തില്ലല്ലോ, അല്ലെങ്കിൽ അതുപോലെ ഇരിക്കാൻ ഒരു അവസ്ഥ കിട്ടുന്നില്ല. ഇങ്ങനെ ഫ്രസ്ട്രേറ്റാ. അതുപോലെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് ഈ ജെൻസികളുടെ സമരം കണ്ടപ്പോൾ തൊട്ട് വിദ്യാർത്ഥികള്, യുവജനങ്ങള്, ഇപ്പൊ ഇന്നലെ തൊട്ട് വനിതാ ഉണ്ട്. ഈ സ്ഥിരം നമ്മൾ പറയത്തില്ലേ, കാല് മടക്കി അടിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. അപ്പൊ ഈ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഇന്ത്യയിലെ സ്ത്രീകളാണ് ശക്തി, അവരെ പ്രൊമോട്ട് ചെയ്യണം. ഇന്ത്യ 2014 ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സ്ത്രീകൾക്കിടെ പ്രശ്നം, നമ്മുടെ വടക്കേന്ത്യയിലൊക്കെ പെൺകുഞ്ഞുങ്ങളുണ്ടായ കൊല്ലുന്നൊരവസ്ഥയുണ്ട്, അറിയോ? ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ഒരു കഥ കേൾക്കുന്നുണ്ട്. പെൺകുഞ്ഞുങ്ങളാണേലും വികലാംഗ കുഞ്ഞുങ്ങളാണേലും ജനിക്കുമ്പോൾ ഉടനെ നെല്ല് വായിലിട്ട് കൊടുക്കും. ആരും അറിയത്തില്ല, കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. മനസ്സിലായോ? എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഉണ്ടാവുന്നത് രാജ്യത്തിന് അപമാനവും അല്ലെങ്കിൽ വീടിന് ഒരു ബാധ്യതയുമായിട്ട് കരുതുന്ന ഇടം പലയിടത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വെച്ചാൽ ഞാൻ പറയുന്നത്, വടക്കേന്ത്യയിലൊക്കെ ആ സംസ്കാരത്തിന് വ്യത്യാസം വരുത്തിയിട്ട് പെണ്ണാണ് രാജ്യത്തിന്റെ കരുത്തെന്നുള്ള രീതിയിൽ അന്തൊട്ട് പ്രസ്താവന ഇറക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും ഇവിടുത്തെ ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുകയും അവരുടെ പുറകിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴാണ് ഇവർക്ക് തോന്നി ജെൻസി ഇത്ര ശതമാനം ഉണ്ട്. ചെറുപ്പക്കാരുടെ കൂടെ പുള്ളി ഇപ്പം ഇറങ്ങി നടന്ന് ഇപ്പം ഈ ചോദ്യ ഉത്തര പരിപാടിയൊക്കെ നടന്നുകൊണ്ട് ഇപ്പം സ്ത്രീകളുടെ പുറകെ ഉണ്ട്. ഇപ്പൊ സ്മൃതി ഇറാനി പറഞ്ഞ്, അതുകൊണ്ടാണോ സ്ത്രീകളോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാണോ ഈ പാർലമെന്റിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ബില്ല് വന്നപ്പോൾ എതിർത്തത്? ഇപ്പൊ വീണ്ടും ബില്ല് വരുന്നുണ്ട്. അപ്പൊ സ്ത്രീകളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിനെ അനുകൂലിച്ച് വർത്തമാനം പറയുമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. അതായത് പൊളിറ്റിക്സിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടപ്പെട്ടത്, ഏതാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നേറേണ്ടത്, എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്ന് ഇതുവരെയും അറിയാൻ പറ്റുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറിയിട്ടില്ല. യുവ നേതാവെന്ന് അവർ പറയുമ്പോൾ പുള്ളി താടിയെങ്കിലും പഠിച്ച് നടക്കാൻ പഠിക്കണം. കാരണം നമ്മളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, നരച്ചത് മറയ്ക്കാൻ വേണ്ടി താടി എന്ന് ഷേപ്പ് ചെയ്യും. അന്നേ പുള്ളി യുവ നേതാവെന്നാ പറയുന്നത്. കല്യാണം കഴിക്കാത്തതുകൊണ്ട് യുവ നേതാവുമെങ്കിൽ നമ്മുടെ AB വാജ്പേയി യുവ നേതാവായിരുന്നു, നരേന്ദ്രമോദി യുവ നേതാവല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം കല്യാണം കഴിച്ചെന്ന് പറയുന്നെങ്കിൽ മാറിയില്ലേ? അപ്പൊ കല്യാണം കഴിക്കാത്തവരെല്ലാം യുവ നേതാവാണെങ്കിൽ പുള്ളി
അങ്ങനെയാണല്ലോ യുവനേതാവ് എന്ന് പറയുന്നത്. 56-57 വയസ്സുണ്ട്. 56-57 വയസ്സ് പുതിയ കോഡ് അനുസരിച്ച് വലിയ പ്രായമൊന്നും ആണെന്ന് വിചാരിക്കുന്നില്ല. എന്നാലും നമ്മളുടെ സങ്കല്പത്തിലുള്ള യുവാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 20 അല്ലെ 40 ഇടയ്ക്കുള്ളതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇദ്ദേഹം യുവനേതാവാണ്. ആ രീതിയിലെ കാര്യം. ഇപ്പം വേറൊരു കാര്യം നിങ്ങൾ കേട്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അത് ഇപ്പൊ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കും. ബാറ്റ്സ്മാൻ അല്ല, ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. 40 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. 40 ലക്ഷം രൂപ ശമ്പളമുള്ള കല്യാണം ആലോചിച്ച് കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ. കല്യാണം ആലോചിച്ചു. അപ്പം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഈ വരന്റെ പരിശോധിച്ചപ്പം റോൾ മോഡൽ ആരാണെന്നറിയോ? രാഹുൽ ഗാന്ധി. പെൺകുട്ടി പറഞ്ഞു എനിക്ക് കല്യാണം അല്ല, 40 ലക്ഷം അല്ല 40 കോടി ഉണ്ടെങ്കിലും ലോക വിഡ്ഢിയായിട്ടുള്ള ഒരുത്തനെ റോൾ മോഡൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എല്ലാവരും എടുത്തു വെച്ച് വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വാർത്ത ലോക വിഡ്ഢിയായിട്ടുള്ള പരാജിതനായിട്ടുള്ള ഒരുത്തിനെ റോൾ മോഡൽ ആക്കിയിട്ടുള്ള ഒരുത്തിനെ കല്യാണം കഴിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ കൂടി ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൂട്ടുപിടിക്കുന്നവൻ, രാജ്യത്തോട് താല്പര്യമില്ലാത്തവൻ, രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരാളിനെ റോൾ മോഡൽ ആക്കിയിട്ടുള്ള ഒരാൾക്ക് ഇനി എത്ര 40 ലക്ഷം അല്ല, ഒരു കൊല്ലം 4 കോടി ആയാലും 40 കോടി ആയാലും എനിക്ക് അയാളെ വേണ്ട. ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഈ കല്യാണം വേണ്ടാൻ തീരുമാനിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം നമ്മളെ ഉള്ളത് വാർത്തയാക്കി, ഞാനിപ്പോൾ ഇതിന്റെ കൂടെ പറഞ്ഞു വാർത്തയാക്കി എടുക്കാത്തത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ആൾക്കാർ, ആ രീതിയിലേക്ക് തിരിച്ചറിയുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ട് ഇന്ന് ഈ പറയുന്ന പോലെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. 2014 ശേഷം ഈ പറയുന്ന പരമയോഗ്യനായിട്ടുള്ള ആൾ ഓരോന്ന് കൊണ്ടുവന്നാണ് തിരിച്ചറിവ് ഉണ്ടാക്കിയത്. ഗാന്ധി എന്നുള്ള പേര് മോട്ടിച്ച് തന്നപ്പോൾ ഏകദേശം ആൾക്കാർക്ക് എന്നാലും അറിയത്തില്ല കേട്ടോ. പിന്നെ രണ്ടാമത് ഭരണഘടന എന്ന് പറഞ്ഞ ഭരണഘടനയ്ക്കകത്ത് ഇതുവരെ ഉണ്ടാക്കിയ തിരുത്തലുകൾ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ എല്ലാം ചെയ്തത് ലോക്സഭയെ കൊണ്ടുവന്ന് അത് ചർച്ചയാക്കി BJP-ക്കാർ പൊളിച്ചു കൊടുത്തല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിനകത്തും ഈ മനുഷ്യൻ, ഒരുപക്ഷെ എൻ്റെ ഒരു സങ്കല്പം, എൻ്റെ അടുത്തൊരു RSS നേതാവ് പറഞ്ഞതുപോലെ ഇദ്ദേഹം BJP-യുടെ ഭാഗമാണ്, BJP-യുടെ ചാരനാണ്. നമ്മൾ ഈ മൊസാദിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഏറ്റവും അവസാനം പരിശോധിച്ചപ്പോൾ മൊസാദിന്റെ ചാരനായിരുന്നു മുൻ പ്രസിഡന്റ് ആയുള്ള വിമാനാപകടത്തിൽ അല്ലെങ്കിൽ മരിച്ച അദ്ദേഹം തോന്നുന്നു ആയിരുന്നു പോലും ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം BJP-യുടെ ചാരനാണ്. BJP-യെ എല്ലാവരെയും പർച്ചേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അമിത്ഷായൊക്കെ വലിയ ചാണക്യനാണ്. ഇയാളെ നേരത്തെ ഞാൻ 2019 ഞാൻ പലവട്ടം ടോക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദേശീയ നേതാവാണ് RSS-ന്റെ. ഞാനിങ്ങനെ എല്ലാവരെയും പർച്ചേസ് ചെയ്യുന്ന കാര്യവും ഇലക്ഷൻ്റെ ആ സമയത്ത് ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് വീട്ടിൽ വന്ന കപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ ബന്ധുവാണ് ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ടാണ് ഇനി ഞാൻ ചോദിച്ചു ഇങ്ങനെ ആൾക്കാരെയൊക്കെ പർച്ചേസ് ചെയ്യുന്നില്ല, ഇനി പുതുതായിട്ട് ഏതൊക്കെ നേതാക്കന്മാരാണ് വരുന്നത്, ഇപ്പോഴാണ് ഈ പർച്ചേസ് അവർ കുറച്ചത്. അപ്പം പറഞ്ഞേടാ എനിക്ക് തോന്നി ഈ രാഹുൽ ഗാന്ധിയെ അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ 1-2 കാര്യം RSS-കാരൻ്റെ ദീർഘവീക്ഷണം. അന്ന് രണ്ടാമത് അവിടെ UP-യിൽ തെരഞ്ഞെടുപ്പ് വന്നില്ലേ 2019 ഈ BJP തോപ്പിക്കാൻ വേണ്ടി അന്ന് SP-യും BSP-യും എല്ലാം കൂടെ ഒന്നിച്ച് നിന്നായിരുന്നല്ലോ. കോൺഗ്രസും കൂടെ ചേർന്നില്ല, വെളിയിൽ നിന്ന് പിന്തുണ കൊടുത്തു. അന്നേരം ഞാൻ അപ്പം 70-78% വോട്ട് അവരുടെ രണ്ടുപേരുടെയും കൂടെ വരും. യാതൊരു കാരണവശാലും BJP-യുടെ സീറ്റൊന്നും കിട്ടും. അദ്ദേഹം എന്നിട്ട് പറഞ്ഞ് 63-70 ഇടയ്ക്ക് സീറ്റ് കിട്ടും. അതിന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മേളി നേതാക്കന്മാരൊന്നിച്ചാൽ താഴെ പറയർ സമുദായം യാദവനോട് ഒന്നിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ആ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്നും ഇയാളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യം ശരിയാണെന്നും ഒക്കെ സംശയമുണ്ട്. രണ്ടുണ്ട് ലാഭം എന്ന് പറയുന്നത് BJP-യുടെ കൂടെ നിന്നാൽ അവരെന്തെങ്കിലും കൊടുക്കും രഹസ്യമായിട്ട്. പിന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെ നിന്നാൽ അവരും എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിനകത്ത് മറ്റവരിങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും മനസ്സിലായില്ലെങ്കിൽ ഇവിടുത്തെ വിവരമുള്ള 2014 ശേഷം വിവരമുള്ള ചെറുപ്പക്കാരും വിവരമുള്ള വിദ്യാർത്ഥികളും ഒരുപക്ഷെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം CJP-കാരനെ അടിയിട്ടുന്ന ഒരു അവസ്ഥ വന്നു. CJP-കാരനെ അടിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ജെൻസികൾ കൂടുതലുള്ള ഇടമാണ് ഇന്ത്യ. അതാണ് അമേരിക്കയുടെ സർവേ ഈ 6 മാസം മുമ്പുള്ള ഒരു സർവേക്കകത്ത് വന്നത്. അതായത് മറ്റു പലയിടത്തും ജെൻസി കലാപവും മറ്റു പലതും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഒരുപക്ഷെ മോദിയുടെ ഒറ്റ കഴിവുകൊണ്ട് 2014 ശേഷം ഇവിടുത്തെ സംസ്കാരവും അല്ലെങ്കിൽ മോദി കണ്ടിട്ടില്ലേ ഭാരത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു, അതിനോട് പറ്റിച്ചേർന്നിട്ടുള്ള ആൾക്കാർ, അതായത് ചെറുപ്പക്കാർ വളരെ കൂടുതലാണെന്ന് ഒരു സർവേ ഏതൊരു സർവേക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണ്. പലയിടത്തും ഈ ജെൻസി എന്തിയ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പോകുമ്പോഴും അല്ലെങ്കിൽ 10-30,000 പേരാണ് ജെൻസി എന്ന് CJP-കാരന്റെ കൂടെ കൂടുന്ന രാജ്യവിരുദ്ധരായിരുന്നല്ലോ മൊത്തം. അവരല്ല ജെൻസി. 140 കോടി ജനത്തിനകത്ത് ഈ 30,000 പേരല്ല ജെൻസി.
ആ രീതിയിലെ കാര്യങ്ങൾ പോകുന്നു. ഏതായാലും പോലീസുകാരൻ പഞ്ഞി കിട്ടു, അതിനുശേഷം പുറകെ വന്നവരൊക്കെ പഞ്ഞി കിട്ടും. ഇങ്ങനെ പഞ്ഞി കിട്ടിട്ട് പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പം മനസ്സിലായി ഇവിടുത്തെ സ്ത്രീകളുടെ വോട്ട് വേണം, ചെറുപ്പക്കാരുടെ വോട്ട് വേണം, അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയാവും, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും പോലീസുകാരൻ പറഞ്ഞു, നമ്മൾ സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.